ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു പ്രഭാത പ്രാർത്ഥനയിൽ വിശുദ്ധ അമ്മ ത്രേസ്യ കർത്താവിനോട് ചോദിച്ചു, കൂട്ടുചേരുന്ന എല്ലാവർക്കും ദൈവമേ അങ്ങ് കൊടുക്കുന്നത് കുരിശുകളാണ്. സ്നേഹിക്കുന്തോറും കൂടുതൽ കുരിശുകൾ. അതുകൊണ്ടാവാം അങ്ങയോടാരും കൂട്ടുചേരാത്തത്. തലേ ദിവസത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പ്രാർത്ഥനയാക്കിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് വിശുദ്ധയ്ക്ക് തോന്നിയത്. എന്നാൽ അന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ശാന്തമായി ആരാധിക്കുമ്പോൾ ഒരു കാര്യം അവൾ ഓർത്തു. കുരിശാണ് നമുക്ക് തരുന്നതെങ്കിലും നമ്മെയൊക്കെ ഇത്രമാത്രം ചേർത്ത് വെക്കുന്ന വേറൊരു സ്നേഹമില്ലല്ലോ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 14 തിരുസഭാ മാതാവ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുന്നു. വിശുദ്ധയായ ഹെൽന രാജ്ഞി ഈശോയുടെ തിരുക്കുരിശ് കണ്ടെത്തിയതിൻ്റെ ഓർമ്മയും അത് പൊതുവണക്കത്തിനായി നൽകിയതും മകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈശോ കുരിശുമരണം വരിച്ച സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ നിർമ്മിച്ച് സമർപ്പിച്ചതിൻ്റെ ഓർമ്മ ദിവസവും പേർഷ്യക്കാരുടെ കയ്യിൽ നിന്ന് വിശുദ്ധ കുരിശ് വീണ്ടെടുത്തതിൻ്റെ ഓർമ്മ കൂടിയാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം. സംഖ്യയുടെ പുസ്തകത്തിൽ മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൻ്റെ കോപത്തിന് വിധേയരായപ്പോൾ മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി അതിൽ നോക്കിയവരെല്ലാം സർപ്പത്തിൻ്റെ ദംശനമേൽക്കാതെ രക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇതാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉയർത്തപ്പെട്ട വിശുദ്ധ കുരിശ്. വിശുദ്ധ കുരിശിലൂടെ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കിയവർ ആരും നിരാശരായി പോയിട്ടില്ല. രക്ഷയുടെ പ്രതീകമാണ് വിശുദ്ധ കുരിശ്. ഈശോ ഭാരമേറിയ കുരിശുപേറി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലായി 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് മനുഷ്യകുലത്തെ വിശുദ്ധിയുടെ സ്വർഗീയ പൂന്തോട്ടത്തിലേക്ക് ഉയർത്തി. റോമാ സാമ്രാജ്യത്തിൽ കുരിശ് നാണക്കേടിൻ്റെയും ശാപത്തിൻ്റെയും അപമാനത്തിൻ്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ഈശോയുടെ കുരിശുമരണം രക്ഷയുടെയും സൗഭാഗ്യത്തിൻ്റെയും പ്രതീകമായി മാറി. നീ ഏത് അവസ്ഥയിലായിക്കോട്ടെ, നീ എത്ര വേദന അനുഭവിക്കുന്നവനായിക്കോട്ടെ, ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞുപോയി എന്നുള്ള തോന്നലും പേറി നടക്കുന്നവനായിക്കോട്ടെ, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവനായിക്കോട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് ഈശോ ചാഞ്ഞു ചേർന്ന് കിടന്നാൽ, നിന്റെ ജീവിതത്തിലേക്ക് ഈശോയെ ചേർത്ത് വയ്ക്കുവാൻ നീ തയ്യാറായാൽ, അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശ് രക്ഷയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായി മാറിയ പോലെ പ്രതീക്ഷയറ്റ നിന്റെ ജീവിതം സ്നേഹത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും രക്ഷയുടെയും ജീവിതമായി മാറും. മനുഷ്യനായി പിറന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. എന്നാൽ സഹിക്കുവാനും വേദനിച്ച് ജീവിക്കുവാനും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ പ്രയത്നത്തിൻ്റെ നല്ലൊരു പങ്കും സഹനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കുക. എന്നിരുന്നാലും സഹനത്തിൽ നിന്നൊരു ഒളിച്ചോട്ടം നമുക്കാർക്കും സാധ്യമാകുന്നില്ല. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 29-ാം വാക്യം ദൈവം പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുരിശുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ക്രൂശിതനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കണം. നീളത്തിലും കുറുകയിലും വെച്ച 2 മരത്തടികളാണ് കുരിശുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള എൻ്റെ ജീവിതമാണ് കുറുകയുള്ള ആ മരക്കഷ്ണം. നെറുകെ നീളത്തിലുള്ള മരം ജീവിതത്തിലെ ദൈവീക ഇടപെടലാണ്. സമാന്തര രേഖയായി പോകുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജീവിതവും അനേകർക്കായുള്ള രക്ഷയുടെ കുരിശായി മാറും. അനേകർക്ക് പ്രചോദനമായി തീരും. എൻ്റെ ശരീരത്തിൽ ഞാൻ അണിയുന്ന കുരിശ് അത് ഒരു ആഭരണം മാത്രമായി മാറാതെ
കുരിശ് ജീവിക്കാൻ തുടങ്ങുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.